ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ MVC കോറിലെ സെർവർ സൈഡ് വാലിഡേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് MVC കോറിലെ സെർവർ സൈഡ് വാലിഡേഷൻ എന്താണെന്ന് നോക്കാം. വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ക്രിയേറ്റ് ഫോം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോമാണ്. ഈ ഫോമിൽ കൊടുക്കുന്ന ഡേറ്റ വാലിഡ് ഡേറ്റയാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ വാലിഡേഷൻ എന്ന് പറയുന്നത്. വെരിഫൈ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഡേറ്റ ഇൻസർട്ട് ചെയ്യുന്നുണ്ടോ, ചിലപ്പം കാറ്റഗറി നെയിം നമ്മൾ എം ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത് എന്നുള്ളതൊരു വാലിഡേഷനാണ്. അതുപോലൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പ്രോപ്പർ ആയിരിക്കണം. ചിലപ്പം ഇൻറ്റിജർ ഫീൽഡ് മാത്രമേ എൻ്റർ ചെയ്യാൻ സമ്മതിക്കണം. ആ ഫീൽഡിനകത്ത് സ്ട്രിങ്സ് നമ്മൾ എൻ്റർ ചെയ്യാൻ സമ്മതിക്കരുത്. അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള വാലിഡേഷനുണ്ട്. ഇങ്ങനെയുള്ള വാലിഡേഷൻസ് നമ്മളുടെ MVC.NET കോറിനകത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ കാറ്റഗറി നെയിം എം ടി ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കരുത്. അതായത് കാറ്റഗറി നെയിം നമുക്ക് റിക്വയർഡ് ആയിട്ട് വെക്കണം. ഇതിൽ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാലിഡേഷൻസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഡേറ്റ അനോട്ടേഷൻ എന്ന് പറയുന്ന നെയിം സ്പേസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഈ നെയിം റിക്വയർഡ് ഫീൽഡ് ആക്കുന്നതിന് നമുക്ക് റിക്വയർഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് റിക്വയർഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിം എന്ന് പറയുന്ന ഫീൽഡ് റിക്വയർഡ് ആയിരിക്കും. അപ്പോൾ വാലിഡേഷൻ കൊടുക്കാൻ നമുക്ക് ഇത് മാത്രം ഇട്ടാൽ പോരാ, നമ്മുടെ കൺട്രോളറിൽ നമ്മളൊരു ചേഞ്ചും കൂടെ ചെയ്യണം. ഇപ്പം എല്ലാ ഡേറ്റയും ഇപ്പം കൺട്രോളറിനകത്ത് സേവ് ആയിട്ട് പോകും. ഇവിടെ നമ്മളുടെ മോഡലിനകത്ത് കൊടുത്തേക്കുന്ന റിക്വയർഡ് വാലിഡ് ആണോന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കണ്ടീഷനും കൂടെ കൊടുക്കണം. മോഡൽ സ്റ്റേറ്റ് ഡോട്ട് ഈസ് വാലിഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ആ ഡേറ്റ സേവ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഡേറ്റ സേവ് ചെയ്യേണ്ട. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കാറ്റഗറി ഇവിടെ ഇപ്പം ടെസ്റ്റ് 3 വരെയുള്ള ഈ ഡേറ്റ വരുന്ന 4 റെക്കോർഡാണുള്ളത്. ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ കാറ്റഗറി ഒന്നും കൊടുക്കത്തില്ല, പകരം 5 മാത്രം ഇട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ റെക്കോർഡ് 5th റെക്കോർഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഞാൻ സേവ് ചെയ്തില്ലെങ്കിലും ലിസ്റ്റ് പേജിനകത്തോട്ട് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ വേണ്ട. നമുക്ക് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ലിസ്റ്റ് പേജിനകത്തോട്ട് റീഡയറക്റ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ പേജിൽ തന്നെ നിന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു മോഡിഫിക്കേഷൻ, അതായത് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇൻഡെക്സ് പേജിനകത്തേക്ക് പോയാൽ മതി. സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പേജിൽ തന്നെ നിന്നാൽ മതി. ആ പേജിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? റിട്ടേൺ വ്യൂ എന്ന് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കാറ്റഗറി ഇവിടെ ഇപ്പോൾ 4 റെക്കോർഡാണുള്ളത്. ഞാൻ കാറ്റഗറി നെയിമിനൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു 5th എന്ന് പറഞ്ഞ റെക്കോർഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഈ റെക്കോർഡ് ഈ പേജിൽ തന്നെ നിൽക്കും, കാരണം ഇത് സേവ് ആയിട്ടില്ല. കാരണം നമ്മൾ നെയിം റിക്വയർ ഫീൽഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം, ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും വാലിഡേഷൻസ് ഫയർ ചെയ്തോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും വാലിഡേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു വാലിഡേഷൻ മെസ്സേജ് നമുക്കിവിടെ കാണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ച് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമുക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിലേക്ക് പോകാം. ക്രിയേറ്റ്, ഇവിടെ നമ്മളുടെ നെയിം ഫീൽഡിലാണ് നമ്മൾ വാലിഡേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വാലിഡേഷൻ മെസ്സേജ് കാണിക്കുന്നതിന് നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സോ ലേബലോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു സ്പാനിനകത്താണ് നമ്മൾ വാലിഡേഷൻ മെസ്സേജ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്പാനിനകത്താണ് നമ്മൾ വാലിഡേഷൻ മെസ്സേജ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളെ ടാഗ് ഹെൽപ്പർ നമുക്ക് വേണ്ടത് ASP വാലിഡേഷൻ 4. ഓക്കെ, ASP വാലിഡേഷൻ 4 ഏതിന് എഗൻസ്റ്റ് ആണ് നമുക്ക് വാലിഡേഷൻ കാണിക്കേണ്ടത്? നെയിം ഫീൽഡിന് എഗൻസ്റ്റ് ആണ് നമ്മൾ വാലിഡേഷൻ മോഡലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നെയിം ഫീൽഡിനാണ് നമ്മൾ വാലിഡേഷൻ മെസ്സേജ് കാണിക്കേണ്ടത്. ഇനി ഈ സ്പാൻ വാലിഡേഷൻ ഒരു എറർ വാലിഡേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ്സും കൂടെ കൊടുക്കാം. ടെക്സ്റ്റ് ഹൈഫൻ ഡേച്ചർ. ഇനി നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം.
ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാറ്റഗറിക്ക് ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. പകരം ഡിസ്പ്ലേ ഓർഡറിന് ഞാനൊരു 5 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എറർ മെസ്സേജ് വരും. ഇനി എനിക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് വാലിഡേഷൻ മെസ്സേജും കൂടെ നമുക്ക് കൊടുക്കാം. അടുത്ത വാലിഡേഷൻ മെസ്സേജ് എന്ന് പറയുന്നത് ഈ കാറ്റഗറി നെയിം ഒരു ഫിക്സഡ് ലെങ്ത് ആയിരിക്കണം. ഇപ്പോൾ ഒരു 100 ലെങ്തിലുള്ള നെയിം മാത്രമേ എനിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലുള്ള നെയിംസ് എനിക്ക് കൊടുക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടുള്ള വാലിഡേഷൻ എന്ത് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വാലിഡേഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? നമ്മളുടെ മോഡലിനകത്താണ് കൊടുക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് മോഡലിനകത്ത് വാലിഡേഷൻ കൊടുത്താൽ മതി. ഇനി എന്താ പറഞ്ഞ് നെയിമിന് മാക്സിമം 100 ക്യാരക്ടേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അതിന് കൊടുക്കുന്ന ആട്രിബ്യൂട്ടാണ് മാക്സ് ലെങ്ത്. മാക്സ് ലെങ്ത് നമുക്ക് 100. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് 5 ആക്കാം. ഇനി നമുക്ക് ഈ എറർ മെസ്സേജും നമുക്ക് അവിടെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ചെയ്യുന്നതിന് നമ്മൾ ഓൾറെഡി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയൊരു സ്പാനും കൂടെ നമ്മൾ കൊടുക്കണ്ടല്ലോ. നമ്മൾ നെയിമിന് വേണ്ടിയിട്ട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിന് ഈ നെയിമിന് അഗേൻസ്റ്റ് എന്ത് വാലിഡേഷൻ മെസ്സേജ് ഉണ്ടെങ്കിലും അത് ഈ സ്പാനിൽ അത് കാണിക്കും. നമുക്കിതൊന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കാറ്റഗറി ക്രിയേറ്റ്. ഞാൻ വാലിഡേഷൻ ഒന്നും കൊടുക്കാതെ ഡാറ്റ ഒന്നും കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കാറ്റഗറി നെയിം ഫീൽഡ് ഈസ് റിക്വയർഡ് എന്ന് പറയുന്ന വാലിഡേഷൻ വരും. ഇനി ഞാൻ 5ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കൊടുക്കാൻ പറ്റുമോ നോക്കും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 5 ക്യാരക്ടർ മാത്രമേ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി ഒരു വാലിഡേഷനും കൂടെ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുറേയധികം വാലിഡേഷൻ ഉണ്ട്. ബാക്കിയുള്ള വാലിഡേഷൻസ് നമ്മൾ പോകെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഡിസ്പ്ലേ ഓർഡർ എന്ന് പറയുന്ന ഇതിനകത്ത് എനിക്ക് 1 മുതൽ 100 വരെയുള്ള വാല്യൂസ് മാത്രമേ എൻ്റർ ചെയ്യാൻ സമ്മതിക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാറ്റഗറി മോഡലിനകത്ത് ഡിസ്പ്ലേ ഓർഡർ ഡിസ്പ്ലേ ഓർഡറിനകത്ത് 1 മുതൽ 100 വരെയുള്ള വാല്യൂസ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അതിന് നമ്മൾ കൊടുക്കുന്ന വാലിഡേഷൻ റേഞ്ച് വാലിഡേഷൻ ആണ്. റേഞ്ച് വാലിഡേഷൻ ഞാൻ 1 മുതൽ ഒരു മിനിമം വാല്യൂയും കൊടുക്കണം, ഒരു മാക്സിമം വാല്യൂ. 1 മുതൽ 100 വരെയുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. നമ്മളിവിടെ നെയിമിന് മാത്രമേ സ്പാൻ ഇട്ടിട്ടുള്ളൂ. നമ്മളുടെ ഡിസ്പ്ലേ ഓർഡറിന് നമ്മൾ സ്പാൻ ഇട്ടിട്ടില്ല. അതും കൂടെ ഇടും. ഡിസ്പ്ലേ ഓർഡറിനും കൂടെ നമുക്ക് സ്പാൻ കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ റൺ ചെയ്യാം. കാറ്റഗറി ക്രിയേറ്റ്. ഇവിടെ ഞാൻ പ്രോപ്പറായിട്ടൊരു നെയിം കൊടുക്കുന്നു. ഡിസ്പ്ലേ ഓർഡർ ഞാൻ 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ ഇവിടെ എറർ മെസ്സേജ് വരും. മസ്റ്റ് ബി ബിറ്റ്വീൻ 1 ആൻഡ് 100. ഇനി ഞാൻ 101 കൊടുത്താലും നമുക്കിവിടെ സെയിം എറർ തന്നെ വരും. ഇതിനിടയ്ക്കുള്ള ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോം സേവ് ആവുകയും ചെയ്യും. സേവ് ആയിട്ട് നമ്മുടെ ലിസ്റ്റ് പേജിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ MVC കോറിനകത്ത് നമ്മൾ സെർവർ സൈഡ് വയലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്